is equal to 2.5 into 10 raised to minus 7 coulomb. QA subscript ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. 2.5 into 10 raised to minus 7 coulomb. And QB വേറെ ചാർജ് and QB equal to minus 2.5 into 10 raised to minus 7 coulomb. Okay. Located at points A 0, 0, minus 15, A 0, 0, minus 15, B 0, 0, plus 15 centimeter ആണ് അതിൽ വന്നിരിക്കുന്നത് centimeter. Okay. A system has two charges, QA equal to 2.5 into 10 raised to minus 7 coulomb, QB equal to minus 2.5 into 10 raised to minus 7 coulomb. A ഇരിക്കുന്ന പോയിന്റ് ഏതാ 0, 0, minus 15, B ഇരിക്കുന്ന പോയിന്റ് എന്താ 0, 0, plus 15. Okay, continue ചെയ്യാം. What are the total charge and electric dipole moment of the system? What are the total charge and electric dipole moment of the system? What are the total charge and electric dipole moment of the system? What is the total charge? What are the total charge and electric dipole moment of the system? ശ്രദ്ധിക്കുക, ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ചാർജ് കിട്ടാനായിട്ട് ഓരോ ചാർജുകൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓരോ ചാർജുകൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോ നമ്മള് QA എന്ന് പറയുന്ന ചാർജ് പ്ലസ് QB എന്ന് പറയുന്ന ചാർജ് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ QA എത്രയാണ്? 2.5 into 10 raised to minus 7 plus minus 2.5 into 10 raised to minus 7 equal to എത്രയാണ്? 0. എന്തുകൊണ്ടാണ് ടോട്ടൽ ചാർജ് എന്തുകൊണ്ടാണ് 0 വരുന്നത്? ഓൾവേസ് ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് 0 ആവുന്നത്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. എത്ര പോസിറ്റീവ് ആണുള്ളത് അത്ര തന്നെ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. എത്ര പോസിറ്റീവ് ആണുള്ളത് അത്ര തന്നെ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ എന്താണ് വരുന്നത്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. പ്രത്യേകിച്ച് ഇനി വാല്യൂസ് ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അതൊരു വൺ വേർഡും കൂടിയാണ് കേട്ടോ. ടോട്ടൽ ചാർജ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇപ്പോൾ എത്രയാണ് വരിക? 0. ടോട്ടൽ ചാർജ് എത്രയാണ് വരിക? 0. കാരണം ചാർജസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ സബ്ട്രാക്ട് ആയിട്ടാണ് പോവുക അല്ലേ? എന്ത് പ്രോപ്പർട്ടി ആയിരുന്നു? എന്ത് പ്രോപ്പർട്ടിയാ? അഡിറ്റീവ് പ്രോപ്പർട്ടി. If Q1, Q2, Q3 are the charges, total charge is Q1 plus Q2 plus Q3 അങ്ങനെ പോകും. അതിൽ പ്ലസ് മൈനസ് ഉണ്ടെങ്കിൽ എടുക്കും വേണം. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആകുമ്പോൾ എന്തായി പോകുന്നത്? ക്യാൻസലേഷൻ സംഭവിച്ചു പോകും. എത്ര വരും ടോട്ടൽ ചാർജ്? 0 വരും. ഇനി രണ്ടാമത്തെ നമ്മൾ ചോദിക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് അല്ലെ? ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഡൈപോൾ മൊമെന്റിന്റെ ചിഹ്നം എന്തായിരുന്നു? P. ഡൈപോൾ മൊമെന്റ് എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താ യൂണിറ്റ്? കൂളോം മീറ്റർ. ചെറിയ യൂണിറ്റ് കെമിസ്ട്രിയിൽ പഠിച്ചെന്താ? ഡിബൈ. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Q into എന്താ? 2A. Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q എന്ന് പറഞ്ഞാൽ ചാർജ്, വൺ ഓഫ് ദ ചാർജസ്, സോഴ്സ് ചാർജ്. രണ്ട് സോഴ്സ് ചാർജ് ഉണ്ടെന്ന് മാത്രം അല്ലേ? അപ്പൊ ക്യൂവിന്റെ വാല്യൂ ഡയറക്റ്റ് അവൈലബിൾ ആണ്. രണ്ട് ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് 2.5 into റെഡി എത്രയാ? 2.5 into 10 raised to minus 7 into what is QA? QA is the പറഞ്ഞ മക്കളെ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? 3 ഡയമെൻഷണൽ ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് തന്നെയാണ്. -15 +15. ഒരേ ആക്സിസിലല്ല അത് കിടക്കണേ, കാരണം y വാല്യൂ x വാല്യൂ എത്രയാ? 0. അപ്പൊ അത് ഏത് ആക്സിസിലാണ് കിടക്കണേ? z ആക്സിസിൽ. വേറെ കണക്കൊന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി. കറക്റ്റ് 3 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം 3D കണ്ട പോലെ എന്ത് ചെയ്യണം? x2 - x1 all square plus y2 - y1 all square plus z2 - z1 all square ചെയ്യണം. വേണ്ടേ? വേണം. ഇവിടെ അങ്ങനെ വേണോ? വേണ്ട, കാരണം ഇത് ഒരു ആക്സിസിലാണ് അല്ലെ? x വാല്യൂ y വാല്യൂ എത്രയാ? പറഞ്ഞേ 0. അപ്പൊ ഇതൊരു ആക്സിസിലാ, z ആക്സിസിലാണ് ഇത് ഇരിക്കുന്നത് അല്ലെ? z ആക്സിസില് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന ഏത് കോർഡിനേറ്റിലാ? -15. മറ്റേത് എവിടെ ഇരിക്കുന്നത്? +15. അപ്പൊ എത്ര ദൂരം ഉണ്ട്? -15 ആദ്യം ഇങ്ങോട്ട് വരണം, 0ലേക്ക് വരണം. അപ്പൊ എത്ര ദൂരമായി? 15. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം, അടുത്ത +15ലേക്ക് പോകണം. അപ്പൊ എത്രയായി ദൂരം? പറയണ്ട, 30 ആയി അല്ലെ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 30 സെന്റിമീറ്റർ ആണോ? കോർഡിനേറ്റ്സിൽ സെന്റിമീറ്റർ അല്ലേ മാർക്ക് ചെയ്താണ്, മീറ്ററിൽ ചെയ്യണം. അപ്പൊ 30 into 10 raised to -2. അതെങ്ങനെയാ വന്നതെന്നുള്ളത് ക്ലിയർ അല്ലേ? എങ്ങനെയാ വന്നേ? -15 to 0 to +15. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 30 സെന്റിമീറ്റർ
അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണേ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് ചെയ്താൽ മതി, 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, ഒരു ഉത്തരം പറയുക. അത്രയും യൂണിറ്റ് പറഞ്ഞേ, അത്രയും എന്താ, കുളോം മീറ്റർ. ശരിയല്ലേ? അത്രയും കിലോമീറ്റർ ആണ് എന്ത് വരിക, യൂണിറ്റ്. ഒഴിവാണല്ലോ ഇന്ത്യയൊക്കെ പോയി കാണാനില്ലല്ലോ, പയ്യാണ്ടിരിക്കുക. ചേച്ചിയുടെ കല്യാണമാണ്, സ്വന്തം ചേച്ചിയുടെ കല്യാണമാണ് അല്ലേ? ഡൈപോൾ മൊമെന്റ് P = Q × 2a. Q എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ചാർജസ്, 2a എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് അല്ലെ, രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ദൂരം. ആ ദൂരം നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. 3D-യിലാണ് തന്നിരിക്കണമെങ്കിലും -15-ലാണ് ഇരിക്കുന്നത്, അടുത്ത 0 ഉണ്ട്, അടുത്ത ചാർജ് ഇരിക്കുന്നത് +15-ലാണ്. അപ്പൊ -15 തൊട്ട് 0 വരെ 15, പ്ലസ് 0 തൊട്ട് 15 വരെ അടുത്തൊരു 15, അപ്പൊ ടോട്ടൽ എത്ര വരും, 30 അല്ലെ? അങ്ങനെയാണ് 30-ലേക്ക്. ഇനി വേറെ രീതിയിലാണെങ്കിലോ 1 2 3, മറ്റേതിരിക്കുന്നത് 4 - 5 6, ഇങ്ങനെ തന്നു വെച്ച് കഴിഞ്ഞാലോ രണ്ട് ചാർജ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കണക്കാക്കണം. കഴിഞ്ഞ കൊല്ലം 3D പഠിച്ചിട്ടില്ലേ? ഇതുവരെ രണ്ടിന് എവിടെ, കൊച്ചിയിലേക്ക് ടൂർ പോയതാ, ഇങ്ങടൊക്കെ പോയി അല്ല, ഇങ്ങടൊക്കെ പോയി കൊച്ചിയില് കസിന്റെ വീട്ടിൽ പോയതാണ്. ക്ലിയർ? സംശയം എന്താ? ഉത്തരം പറഞ്ഞില്ലല്ലോ, ഒരു വാല്യൂ പറഞ്ഞ വർഷം 7.5 × -8, ആ വാല്യൂ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. നമുക്ക് 3 ഡെറിവേഷൻസ് തീർക്കണം. 3 ഡെറിവേഷൻസ് തീർന്നു കഴിഞ്ഞാൽ 2 ക്ലാസ് എന്തെങ്കിലും ചെയ്യാം. ഈ പാഠം ഒരു ദിവസം ശ്രദ്ധിക്കുക. അപ്പോ അടുത്ത ഹെഡിങ് കൊടുക്കുക, derive expression for the torque acting on an electric dipole. Derive expression for the torque acting on an electric dipole placed in a uniform electric field. Derive expression for torque, for the torque acting on electric dipole. Torque acting on electric dipole placed in a uniform electric field. Uniform electric field എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ സ്ഥലത്തും യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് ആരെ വെക്കുകയാണ്? വായിച്ചു നോക്കി, ടോർക്ക് ആക്ടിംഗ് ആണ്. ഈ ഭാഗത്ത് വായിച്ചു നോക്കിയ പച്ചയിൽ എഴുതിയത് ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് നമ്മൾ ആരെ പ്ലേസ് ചെയ്യാണ്? ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളില് നമ്മൾ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്യാണ്. ക്ലിയർ? എങ്ങനെയാണ് എന്ത് നിൽക്കുന്നത്? ഒരു ഡൈപോൾ നിൽക്കുന്നത് അല്ലെ? എങ്ങനെയാണ് ഒരു ഡൈപോൾ നിൽക്കുന്നത്? ഇതൊരു ഡൈപോൾ നിൽക്കുമ്പോ അതിന്റെ ഡൈപോൾ അല്ല, ഇതിപ്പോ എന്താ? ഇലക്ട്രിക് ഫീൽഡ്. എന്ത് ഇലക്ട്രിക് ഫീൽഡാ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. മഷി വരച്ചിരിക്കുന്നത് എന്താ? ഇങ്ങനെ വരകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ മറ്റൊരു പറയുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, പോണ പാത്ത്. അപ്പൊ എല്ലാ സ്ഥലത്തും സെയിം ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ പാരലൽ ആയിട്ട് വരയ്ക്കുന്നത്. അതൊരു വൺ വേർഡ് കൂടിയാണ് കേട്ടോ. അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയാണ് വരയ്ക്കുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എന്ത് ലൈൻസാ? കണ്ടിട്ട് എന്ത് ലൈൻസാ? പാരലൽ ലൈൻസ്, പാരലൽ ഇക്വിഡിസ്റ്റന്റ് ലൈൻസ്. എന്താണ് പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റന്റ് ലൈൻസ്? ഇക്വിഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ദൂരം എന്തായിരിക്കും? എല്ലാത്തിന്റെ ഇടയിലുള്ള ദൂരം സെയിം ആയിരിക്കും. അതൊരു വൺ വേർഡ് ആണ്, പഠിക്കണം. ഹൗ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് റെപ്രസെന്റഡ്? എങ്ങനെയാണ്? പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റന്റ് ലൈൻ.
പരീക്ഷയ്ക്ക് വരയ്ക്കാൻ വരാറുണ്ട് ചില സമയത്ത്. റെപ്രസെന്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അടുത്ത പാഠത്തിൽ കാണുന്നുണ്ട് നമ്മൾ. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ വരയ്ക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പാരലൽ വരകൾ വരച്ചിട്ട് എന്തിടാൻ മാർക്കായിരിക്കോ? ഏറോടാൻ മാർക്കായിരിക്കോ? കാരണം ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഇതിന്റെ ഉള്ളില് നമ്മൾ എന്തിനു വെക്കുകയാണ്? ഒരു ഡൈപോളിനെ വെക്കുകയാണ്. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാണ്. അതാ ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചു. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ വെച്ചാൽ നമുക്കറിയാം, ഒന്ന് പ്ലസ് ക്യൂവും മറ്റൊന്ന് എന്താ? മൈനസ് ക്യൂ. എന്താ ഡൈപോളിന്റെ ഡെഫിനിഷൻ പറഞ്ഞ? വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചു. ഇതിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലൈൻ ഇവര് തമ്മിൽ നമ്മളൊരു ചരട് വഴി കെട്ടിയിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ്. ഒരു സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, രണ്ടുപേരും ചേരുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവരുടെ ഇടയിലുള്ള ദൂരം എത്രയാണ്? 2a. ചോദ്യം ഇതാണ്, ആദ്യത്തെ ചോദ്യം ആലോചിച്ച് പറയാം. ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതുമേ എന്ത് അനുഭവപ്പെടും? ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് അനുഭവപ്പെടും? കറക്റ്റ് ആണ്, പറഞ്ഞോ. ഫോഴ്സ് അനുഭവപ്പെടും, ശരിയല്ലേ? ഫോഴ്സ് അനുഭവപ്പെടും. എങ്ങനെയാണ് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ? അത് നമുക്ക് അറിയാം. അതായത് ഇപ്പോ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നിങ്ങളാണ് ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ പറഞ്ഞാണ്. നടുക്കിൽ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ഡിസ്ചാർജ് വെച്ചു, പോസിറ്റീവ് ചാർജ്. ഇവിടുത്തെ ഫോഴ്സ് എങ്ങടായിരിക്കും? അങ്ങടായിരിക്കും. വെരി ഗുഡ്, അങ്ങടായിരിക്കില്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന് നമ്മൾ സിസ്റ്റം ആയിട്ട് കാണാം കേട്ടോ. പോസിറ്റീവ് ചാർജ് ആണ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ, ഇവിടുന്ന് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പ്ലസ് ക്യൂമെ ചാർജ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് എവിടെ ഇരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. സോ ദർ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അവിടെ ഒരു ഫോഴ്സ് വരില്ലേ? വരോടാ മക്കളെ, വരും. എങ്ങോട്ടായിരിക്കും ആ ഫോഴ്സ്? എങ്ങോട്ടായിരിക്കും? പറയേ. അങ്ങടായിരിക്കും, ഇങ്ങടായിരിക്കോ? അങ്ങടായിരിക്കും. അപ്പൊ ആ ഫോഴ്സ് ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഫോഴ്സ് ഉണ്ടാവും, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. ആ ഫോഴ്സ് എത്രയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. കൊണ്ടുവച്ച ചാർജിന്റെ പേരിലുള്ള ഇക്വേഷൻ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ചാർജ്. അപ്പൊ ഫോഴ്സ് കാണാൻ എന്താ ചെയ്യണ്ടേ? ക്യൂ ഇൻറ്റു ഇ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൊണ്ടുവച്ച ചാർജിന്മേൽ ഉണ്ടാകുന്ന ഫോഴ്സ് കിട്ടും. അപ്പൊ ഇതുമേ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, ചാർജ് ക്യൂ ആണ്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ പ്ലസ് ക്യൂ? പറയേ. ക്യൂ ഇ. എത്രയാണ്? ക്യൂ ഇ. മൈനസ് ക്യൂമിയും ഇതുപോലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അങ്ങടായിരിക്കോ അങ്ങടായിരിക്കോ? പറ. അങ്ങടായിരിക്കും. കാരണം ഇവിടെയാണ് നെഗറ്റീവ് അല്ലെ, ഇവിടെയാണ് പോസിറ്റീവ്. ആ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അടുത്ത ഫോഴ്സ് എഫ് മൈനസ് അങ്ങനെ ഇടാൻ വേണ്ടി. ഇത് എഫ് പ്ലസ്, അതായത് പ്ലസ് ചാർജ് ഉണ്ടായ ഫോഴ്സ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഫോഴ്സ്? അഗെയിൻ മാഗ്നിറ്റ്യൂഡ് പറ. കൊണ്ടുവച്ച ചാർജ് ഇൻറ്റു അവിടെയുള്ള പറ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എന്താ? എഫ് മൈനസ് എന്താ വരിക? ക്യൂ ഇൻറ്റു ഇ. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ? ദ പോയിന്റ് ഈസ് ഈ സിസ്റ്റത്തിന് എത്ര ഫോഴ്സുകൾ വരുന്നുണ്ട്? ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ട് കണക്കാണ്. രണ്ട് ചാർജസിന്റെ ഒരു സിസ്റ്റം ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇതിന് എന്ത് വരുന്നുണ്ട്? എത്ര ഫോഴ്സ് വരുന്നുണ്ട്? രണ്ട് ഫോഴ്സ്. ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഒരു ഫോഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെ? ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവിടുന്ന് ഞാനൊരു ഫോഴ്സ് ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്, ഇവിടുത്തെ ഫോഴ്സ് അങ്ങടും ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങടും ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലെ? എന്താ നമ്മൾ കറക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഫോഴ്സ് അങ്ങട്, ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങട്. എന്ത് ചെയ്യാൻ തുടങ്ങും? ഉറക്കെ പറ. റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ? കറങ്ങാൻ തുടങ്ങില്ലേ അല്ലെ? മാഷ ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളണം, ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളണം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സാധനം എങ്ങനെയാവാൻ നോക്കും? ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാവാൻ നോക്കില്ലേ? നോക്കൂ. സോ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കും, മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്, വസ്തുക്കളെ അനങ്ങാൻ സഹായിക്കുന്നത് എന്താ? കോസ് ഓഫ് മോഷൻ എന്താ? ഫോഴ്സ്. കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. കോസ് ഓഫ് റൊട്ടേഷൻ എന്താണല്ലോ വെച്ച് പറഞ്ഞേ. അതൊക്കെ പറയണ്ട. ടോർക്കിലാണ്ട് തിരിയാൻ പറ്റുമോ? ഇല്ല. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ആർ ക്രോസ് എഫ്. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ആർ ക്രോസ് എഫ്. ഈ ദൂരം കൂടുമ്പോൾ ടോർക്ക് കൂടും. അതുകൊണ്ടാണ് വാതിലിന്റെ കുറ്റിയ മറ്റേ അറ്റത്ത് വെക്കണേന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു അല്ലെ? ശരിയല്ലേ? ഹിഞ്ചസ് അല്ലെ? ഡോർ ഹിഞ്ചസ് പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഈ ഡൈപോളിന് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യാണ്?
രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ആ രണ്ട് ഫോഴ്സ് പരസ്പരം എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആണോ? ഇൻ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണോ? അതെ, ഒരു ഈക്വൽ ആണ്. ഒരു മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, QE QE. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട് പറയൂ? ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ടു ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വരെ വരയ്ക്കുകയാണ്. അപ്പൊ ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴേക്കുമാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. അപ്പൊ ഈ സിസ്റ്റം എന്ത് ചെയ്യാൻ തുടങ്ങും? സിസ്റ്റം സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. എങ്ങനെ, എന്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യണേ? റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആര് ഡെവലപ്പ് ചെയ്യണം? ടോർക്ക് വേണം. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ? ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് എത്ര ടോർക്ക് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ചെറിയൊരു തിയറി പോലെ കൊടുക്കാം അല്ലെ? എന്താ? കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ അല്ലെ? കൺസിഡർ പടം വരച്ചോ. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഓഫ് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് P is equal to Q into 2A is എന്ത് ചെയ്യാണ്? പ്ലേസ്ഡ്. നമ്മൾ വെക്കുന്നു. എവിടെ വെക്കുന്നത്? പ്ലേസ്ഡ് ഇൻ എന്ത് ഇലക്ട്രിക് ഫീൽഡ്? പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ വെക്കുകയാണ്. അതിന്റെ ഭംഗിയായിട്ട് പടം വരയ്ക്കുക. ഒരു മിനിറ്റ്, ബോർഡിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ബോർഡ് ശ്രദ്ധിച്ച് ചെയ്താൽ മറ്റേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ഡൈപോളും അങ്ങോട്ടുള്ള വരെയാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ഇവിടെ ശ്രദ്ധിക്കട്ടോ, അങ്ങോട്ടുള്ള വരെയാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഈ നീലോട് വരച്ചിട്ടുള്ളതാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോള്. അത് രണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവുള്ളൂ. ഉണ്ടാവുണ്ടോ? ഇവിടെയൊക്കെ ആംഗിൾ മാർക്ക് ചെയ്യാം. നമ്മള് കോർണറിന്റെ താഴെ, ട്രയാങ്കിളിന്റെ താഴെ മാർക്ക് ചെയ്യുന്നു. എത്രയാണ് ആ ആംഗിൾ? തീറ്റ. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാ? ഇതെന്താ സാധനം പറയടാ? ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. തീറ്റ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. കുഴപ്പമില്ലല്ലോ. അത് കംപ്ലീറ്റ് ചെയ്യാണ് നമ്മൾ ട്രയാങ്കിൾ. അതിന്റെ പേരുകൾ കൊടുക്കാം. ആ പോയിന്റിന് ഇവിടെ A എന്ന് കൊടുക്കുന്നു, ഇവിടെ B എന്ന് കൊടുക്കുന്നു, ഇവിടെ C എന്ന് കൊടുക്കുന്നു. ഞാൻ തിയറി എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ടോർക്ക്, എത്ര ടോർക്ക് അതിൽ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്കാണ് എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ടോർക്ക് 0 ആണെങ്കിൽ തിരിയില്ല. ഓക്കെ. ഇതിലുള്ളത് തന്നെ വരയ്ക്ക്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാറുണ്ട്. കഴിഞ്ഞ പോലെ ഉറങ്ങിയിട്ട് അങ്ങനെ പ്ലസ് ടുലൊക്കെ എന്നിട്ട് ഉറങ്ങിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കുമ്പോഴേ, ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങൂട്ടാ. ഉറക്കം വരുന്ന സമയമാണെങ്കിലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് എന്നിട്ട് എന്ത് പറയും? വേറെ എന്തൊക്കെയോ പറയും അറിയാണ്ട്. അങ്ങനെ വരാറുണ്ട്. ഉറക്കം വന്നിട്ട് നമ്മളെന്താ പറയണത് നമുക്ക് അറിയില്ല. ഇത് മൊത്തത്തിൽ വരയ്ക്കിട്ടാ. കംപ്ലീറ്റ് വരച്ചോളോ. വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അല്ലെ?
എന്താ വരച്ചോ? അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പറയേ, ഡൈപോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇറ്റ് സ്റ്റാർട്സ് ടു റൊട്ടേറ്റ്. അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ടോർക്ക് ഉണ്ടായതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയണ്ടേ. എന്തുകൊണ്ടാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ടോർക്ക് വരാനുള്ള കാരണം? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഡൈപോൾ അല്ലെ. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. Because of two equal and opposite forces acting on dipole, a torque is experienced on it. അല്ലെങ്കിൽ ഇതിനെ രണ്ട് ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് ആക്ട് ചെയ്യാണ് അല്ലെ. അപ്പോഴാണ് എന്ത് ഡെവലപ്പ് ചെയ്യണേ? ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. Because of two equal and opposite forces acting on the dipole, a torque is experienced by dipole. വേഗം 3 ഡെറിവേഷൻ ആണ് കഴിക്കാന്ന് വിചാരിച്ചാണ്. 2 എണ്ണെങ്കിലും തീർക്കണം കേട്ടോ. അതാ acting on the dipole, torque is experienced on it. ഇത് എങ്ങനെയാ വന്ന് നിൽക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എങ്ങനെ വന്ന് സ്റ്റോപ്പ് ആവും? ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. ഇത് എങ്ങനെയാ വന്ന് സ്റ്റോപ്പ് ആവുക? ഇത് കറങ്ങി തുടങ്ങിയാൽ എങ്ങനെയാണ് നിൽക്കണേ? ഈ ഭാഗം എങ്ങടാ പോവാ? അടിയിലേക്ക് പോകും. വെരി ഗുഡ്. ഈ ഭാഗം എങ്ങോട്ട് പോകും? ഇതാ. അപ്പൊ ശ്രദ്ധിക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി എന്താവും? പാരലൽ ആവല്ലേ ചെയ്യാ. ഇനി അടിയിലേക്ക് കറങ്ങുമോ? ഇനി അടിയിലേക്ക് കറങ്ങാൻ നമ്മൾ പണിയെടുക്കണം വേണ്ടേ? കാരണം ഇപ്പുറത്തേക്ക് വരുന്ന ഒരു പോസിറ്റീവ് ആണ് അല്ലെ, റിപ്പൾഷനാണ് വരുന്നത്. ആക്ച്വലി ഈ ടോർക്ക് കാരണം ഇങ്ങനെ നിൽക്കുന്ന സാധനം എങ്ങനെ വന്ന് നിൽക്കും? ഇലക്ട്രിക് ഫീൽഡിനോട് എന്തായിട്ട്? പാരലായിട്ട് വന്ന് നിൽക്കും. എഴുതാം. So the dipole will rotate. ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. So the dipole will rotate till it become parallel to the electric field. Dipole will rotate till it become parallel to the electric field. ഇലക്ട്രിക് ഫീൽഡിനോട് പാരലൽ ആകുന്നത് വരെ അത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ഡൈപോള് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തുവരെയാണ്? പാരലൽ ആകുന്നത് വരെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓർക്കണ്ട, വൺ ഓഫ് ദ ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ ക്രോസ് എഫ് അല്ലേ. അപ്പൊ നമുക്കത് കാണണം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഫോഴ്സും കണക്കാക്കണം അല്ലെ. ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ ഫോഴ്സസ്, ഫോഴ്സ് എത്രയാ? വായിക്കേ. QE ഇവിടെയും എത്രയാ? QE. വൺ ഓഫ് ദ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എത്രയാ? അപ്പോ QE ആണോ? വേറൊരു കാര്യം ചോദിക്കട്ടെ. നെറ്റ് ഫോഴ്സ് എത്രയാ? ഇത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ? വെരി ഗുഡ്. നെറ്റ് ഫോഴ്സ് എത്രയാ? 0. അത് വേണ്ടിയിട്ട് വരാറുണ്ട്. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണ്. വേറെ ചോദ്യത്തിന് എഴുതുന്നില്ല. നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0. എന്തുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് 0 ആവാനുള്ള കാരണം? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലെ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെ. ഈ ഫോഴ്സിന്റെ ലൈനിൽ നിന്ന് ഈ ഫോഴ്സിന്റെ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദൂരം ഏതാ? ആ ദൂരം ഏതാന്ന് പറഞ്ഞേ? എവിടെ തൊട്ട് എവിടെ വരിക? പറയടാ. ബി തൊട്ട് എവിടെ വരെ? സി വരെ. BC ആണോ? BC ആണ് എന്ത്? ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് അല്ലെ. ഇവിടെ ഒരു തീറ്റ കാണാനുണ്ട് അല്ലെ. എന്തോ അതിന്റെ സൈൻ തീറ്റ നമുക്കൊന്ന് എടുത്ത് നോക്കാം. സൈൻ തീറ്റ എങ്ങനെയാണ്? ഏത് സൈഡ് ബൈ ഏത് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC. ഹൈപ്പോട്ടനസ് ഏതാ? ഹൈപ്പോട്ടനസ് ഈസ് 2a. ശരിക്കും ഏതാ? സൈഡിന്റെ പേര് ഏതാ? AB. ആ AB എത്രയാ? 2a ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് 2a 2a ഇങ്ങോട്ട് ചാടിക്കട്ടെ. അപ്പൊ എന്താ വരിക? 2a into sin theta is equal to എന്ന് വരും? BC ന്ന് വരും. അപ്പൊ QE into BC ക്ക് പകരം എന്ത് കൊടുക്കാം? പറയടാ. വലിയ ഫിസിക്സ് ഒന്നും ഇല്ലല്ലോ. 2a into sin theta. അതിൽ Q1 2a കാണുന്ന പോലെ തോന്നുന്നുണ്ടോ? Q into 2a എന്താ? ചിഹ്നം സിമ്പൽ എന്താ? P. വേണമെങ്കിൽ സൈഡിൽ മാർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. Q into 2a എന്താ? P. അപ്പൊ P എഴുതി. പിന്നെ ഇവിടെ ആരുള്ളത്? വേഗം പറഞ്ഞു. E. പിന്നെ ആരാളുള്ളത്? അപ്പൊ P ഒരു വെക്ടർ ആണ്, E ഒരു വെക്ടർ ആണ് അല്ലെ. P യും E യും വെക്ടർ ആണ്. സൈൻ തീറ്റ ഏത് പ്രൊഡക്റ്റാ? ഡോട്ട് പ്രൊഡക്റ്റാ? ക്രോസ് പ്രൊഡക്റ്റാ? ഏത് പ്രൊഡക്റ്റാ? ക്രോസ് പ്രൊഡക്റ്റ്. അപ്പൊ എന്താ എഴുതാം? P ക്രോസ് E
തീറ്റ എന്ന് പറഞ്ഞാൽ ഡൈപോളും ഡൈപോൾ മൊമെന്റും പിന്നെ ആരാ? ഡൈപോൾ മൊമെന്റും പിന്നെ ആരാ? ഓർമ്മ പറഞ്ഞേ, ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ദൂരം. ദൂരാണോ? ദൂരല്ല, എന്താ? ആംഗിൾ അല്ലേ? അപ്പൊ എന്താ ഇക്വേഷൻ നമ്മുടെ? ടോ ഈക്വൽ ടു എന്താ? ടോ ഈക്വൽ ടു എന്താ? പി ക്രോസ് ഇ അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ. പ്രശ്നമില്ലല്ലോ. ഫസ്റ്റ് ഡെറിവേഷൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അതിനെ പഠിക്കണം. അരമണിക്കൂറും കഴിഞ്ഞു. വേഗാവ് 3 ഡെറിവേഷൻ കഴിഞ്ഞില്ലെങ്കിൽ 2 തീർക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ചോദിക്കട്ടോ, കാൽക്കുലേഷൻസ് എന്തെങ്കിലും സംശയം ചോദിക്കുക, പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര വലിയ ഒന്നുമില്ല. ചെറിയ കാര്യങ്ങൾ പഠിക്കണം. ആരൊക്കെ പോയി പൂരത്തില്? നമ്മുടെ കൈപ്പൊന്നിച്ച് പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ആൾക്കാരനെ പോയിട്ടുള്ളൂ. കുട്ടികളൊന്നും പോയില്ലേ? അതൊന്നും പോയി. അവൾക്ക് ഒരു വയ്യായി ഇല്ല. വയ്യായി ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു. ഇതിന്റെ പൂരത്തിന് പോയില്ലേ? ഓ, വയ്യായി ഉണ്ടായിട്ട് ട്യൂഷനൊന്നുള്ളൂ എനിക്ക്. രാവിലെ എഴുന്നേറ്റ് എപ്പോഴും പൂരത്തിന് പോയേ? പുലർച്ചയ്ക്ക്, രാത്രിയാണ് പോയത്. പൂരത്തിന് പോകുമ്പോൾ വയ്യായി ഉണ്ടായിരുന്ന? എന്നിട്ട് വയ്യായി ഉണ്ടായിരുന്നേ? തല ഇറങ്ങണു, എന്നിട്ടും പൂരത്തിന് പോയി. വീട്ടുകാർ എടുത്ത് കൊണ്ടുപോയതാണ്. അല്ല, എന്തായാലും പൂരത്തിന് പോവാണ വയ്യായി, പൂരത്തിന് പോവാൻ പറ്റുന്ന വയ്യായില്ലേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കുഴപ്പമില്ല. ക്ലാസ്സിനെ മുടങ്ങാണ്ട് വന്നോളൂ നീ. ഇപ്പോഴും മുടങ്ങി, ഈ കൊല്ലം തുടങ്ങിയിട്ട് മുടങ്ങിയിട്ട് എന്തായി കഴിഞ്ഞ? അപ്പൊ ടോ ഈക്വൽ ടു എന്താ വന്നേ? പി ക്രോസ് ഇ അല്ലെ? പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോ ഈക്വൽ ടു പി ക്രോസ് ഇ. അതിൽ പി എന്താ? അതിന് സൈഡിലായിരിക്കണം. പി എന്താ? ഡൈപോൾ മൊമെന്റ്. ഇ എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. തീറ്റ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെന്റ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച്. തീറ്റ എന്താന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ച്. തീറ്റ ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ, തീറ്റ ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെന്റ്. നിങ്ങൾ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. തീറ്റ ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. എപ്പോഴാണ് മാക്സിമം ടോർക്ക് കിട്ടുക? ഏറ്റവും ടോർക്ക് എപ്പോഴാണ് കിട്ടുക? എപ്പോഴൊക്കെ ടോർക്ക് മാറും. എന്ത് മാറുമ്പോ? ഇക്വേഷൻ പ്രകാരം പറയുന്ന വേഗം പി മാറുമ്പോ അല്ലെ? പിന്നെ ഇ മാറുമ്പോൾ, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. പിന്നെ ആര് മാറുമ്പോഴാ? തീറ്റ മാറുമ്പോ അല്ലെങ്കിൽ സൈൻ തീറ്റ മാറും. സൈൻ തീറ്റ എപ്പോഴാണോ മാക്സിമം ആവുന്നത് അപ്പോഴാണ് നമുക്ക് ഇത് രണ്ടും
ഓക്കെ തിരിച്ചു വരിക. അങ്ങനെ പറഞ്ഞതാ ആദ്യം ആംഗിൾ 0 കുഴപ്പമില്ലല്ലോ. ആംഗിൾ 0 ആകുമ്പോൾ ടോർക്ക് എത്രയാ? ആംഗിൾ 0 ആകുമ്പോൾ ടോർക്ക് എത്രയാ? ആംഗിൾ 90 ആക്കി ടോർക്ക് എത്രയാ? ആംഗിൾ 180 ആക്കി ടോർക്ക് എത്രയാ? 0. അപ്പൊ 0 ടോർക്ക് വരുന്ന എത്ര ആംഗിളുകൾ ഉണ്ട്? ഒന്ന് 0-ലും ഒന്ന്. പക്ഷെ 0-ൽ ഇരിക്കുന്ന ഒരു സമാധാനം 180-ൽ ഉണ്ടാവോ? 180-ൽ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം, പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെയാണ് നമ്മുടെ പോസിറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. സംഭവം ടോർക്ക് ഉണ്ടോ? ടോർക്ക് ഉണ്ടോ? 180-ൽ ടോർക്ക് ഉണ്ടോ? ടോർക്ക് എത്രയാ? പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമാധാനം ഇങ്ങനെ ഇരിക്കുമ്പോ കിട്ടുമോ? ഇല്ല. ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ചു സെൽഫായിട്ട് ടോർക്ക് ഡെവലപ്പ് ചെയ്യണ്ട ഇല്ല. പക്ഷെ ഭയങ്കര എന്തായിരിക്കും? വൈബ്രേഷൻ ആയിരിക്കും അല്ലെ? ഭയങ്കര തിരക്കായിരിക്കും. ഒരു നമ്മൾ കൈയെടുത്ത മൊമെന്റിൽ എന്ത് ചെയ്യും? ഇവ ഇങ്ങോട്ട് തെറിക്കും, ബാക്കിലേക്ക് തെറിച്ചിട്ട് ഇങ്ങോട്ട് വരും, 0-ലേക്ക് വരും. മനസ്സിലാവുണ്ടോ പറയുന്നത്? 0 എന്നുള്ളത് സ്റ്റേബിൾ ഈക്വിലിബ്രിയം. എന്ത് ഈക്വിലിബ്രിയം? 180-ൽ ടോർക്ക് എത്രയാ? ഇക്വിലിബ്രിയം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം ആണ്, കാരണം ടോർക്ക് ഇല്ലല്ലോ. പക്ഷെ എന്ത് ഇക്വിലിബ്രിയം ആയിരിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്ത് ഇക്വിലിബ്രിയം ആയിരിക്കും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഈവൻ ടോർക്ക് 0 ആണെങ്കിലും അവിടെ ഒരു എക്സ്റ്റേണൽ ഇത് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? കറങ്ങി അടിച്ച് ഇങ്ങോട്ട് വരും, 0-ലേക്ക് വന്നിരിക്കാൻ നോക്കും. മനസ്സിലാവുണ്ടോ? ആംഗിളുകൾ പറഞ്ഞ് ഫസ്റ്റ് ആംഗിൾ എത്രയാ? ടോർക്ക് എത്രയാ? സെക്കൻഡ് എത്രയാ? 90. തേർഡ് ടോർക്ക് എത്രയാ? ടോർക്ക് 0 ആണ് അല്ലേ? സ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ. ഇങ്ങനെ വെച്ചു. ടോർക്ക് എന്താ? 270. സൈൻ 90 എത്രയാ? സൈൻ 270 എത്രയാ? -1 ആണോ? അപ്പൊ എന്താ വരിക? PE സൈൻ 270 PE into -1 മൈനസ് P. എന്താ വരിക? -P ആണോടാ മക്കളെ? മാക്സിമം ടോർക്ക് എത്രയാ വരിക? PE. മാക്സിമം ടോർക്ക് എത്രയാ? PE. എന്തുകൊണ്ടാ? PE into sin 90. sin 90 എത്രയാ? 1. P into 1 P. പോസിറ്റീവ് P മാക്സിമം. മറ്റേലും മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെ? P തന്നെ. പക്ഷെ എന്താ ചിഹ്നം? എന്താ വരിക? മൈനസ് ആണ് വരിക. ചിഹ്നം എന്താ വരിക? മൈനസ് ആണ് വരിക. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യോ, മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് അങ്ങനെ കൊടുത്താൽ ചോദ്യമായിട്ട് എഴുതാൻ നിൽക്കണ്ട. പടം മാറ്റിണ്ട് കേട്ടോ, അല്ലെങ്കിൽ മാറ്റി ഇവിടെ നിന്ന് പഠിച്ച് തീർത്ത് പോവാൻ നോക്കുക. മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്, മാക്സിമം ടോർക്ക് എന്നോ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് എങ്ങനെ എഴുതാം? എപ്പോഴാ മക്കളെ? എപ്പോഴാ മാക്സിമം ടോർക്ക് എത്രയാ? θ = 90. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ആരാ? ഡൈപോൾ മൊമെന്റ്. E പെർപെൻഡിക്കുലർ ടു P. E പെർപെൻഡിക്കുലർ ടു ആരാണ്? P. അതാണ് നമ്മുടെ എന്ത്? മാക്സിമം ടോർക്ക്. എത്രയാണ് ആ മാക്സിമം ടോർക്കിന്റെ വാല്യൂ വരിക? മാക്സിമം ടോർക്കിന്റെ വാല്യൂ τ = P sin θ അല്ലേ? θ എത്രയാ? θ എത്രയാ? 90. sin 90 എത്രയാ? 1. അപ്പൊ ആ മാക്സിമം ടോർക്ക് എത്രയാ? മാക്സിമം ടോർക്ക് എത്രയാ? PE. മാക്സിമം ടോർക്ക് ഈസ് PE. നമ്മുടെ ആ മാക്സിമം ടോർക്ക് എത്രയാണ് വരിക? PE. മാക്സിമം ടോർക്ക് PE ആണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, മാക്സിമം ടോർക്ക് ഈസ് PE. അടുത്ത എഴുതാം പല പല ഓറിയന്റേഷൻസ്. when തൊട്ട് താഴെ ഇത് താഴേക്ക് എഴുതി പോയാൽ മതി. when θ = 0 degree. 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 θ 0 degree ആകുമ്പോൾ എന്താ സംഭവിക്കുക? ടോർക്ക് എത്ര വരിക? കറക്റ്റ് ആയിട്ട് പ്രസന്റേഷൻ ചെയ്യുക. τ = PE into sin. പറയേ PE into sin എത്രയാ? sin 0 ആണോ? അതെ, P into sin 0. sin 0 എത്രയാ? sin 0 എത്രയാ? അപ്പൊ ടോട്ടൽ എത്രയാ? 0. അപ്പൊ τ = PE sin 0 = 0. അല്ലേ? അപ്പൊ പറഞ്ഞേ നിങ്ങള് എന്ത് ഇക്വിലിബ്രിയം? താഴെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എങ്ങനെയാ വന്ന് നിൽക്കുക? പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ ആന്റി പാരലൽ ആണോ? പാരലൽ. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലേ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും θ 0 ആകുമ്പോ. പിന്നെ എന്തും കൂടെ എഴുതുക? പാരലൽ. ഡൈപോൾ ഈസ് പാരലൽ ടു
electric field. Dipole is parallel to electric field. Dipole is parallel to dipole is parallel to electric field. Dipole electric field നോട് എന്തായിരിക്കും പാരലൽ ആയിരിക്കും. എഴുതണ്ട നമ്മൾ. ഇനി അടുത്ത കേസ് ഏതാ? തീറ്റ ഈക്വൽ ടു എത്ര എഴുതാം? 180 എഴുതാം. മാർക്ക് ചെയ്യപ്പോ തീറ്റ ഈക്വൽ ടു 180. തീറ്റ ഈക്വൽ ടു 180. തീറ്റ ഈക്വൽ ടു 180. തീറ്റ 180 ആകുമ്പോൾ എന്തുണ്ടാവുക പറഞ്ഞേ? തീറ്റ 180 ആകുമ്പോൾ എന്തുണ്ടാവുക? 0 അല്ലേ? സോറി 0 അല്ലേ? അപ്പോ ടോ ഈക്വൽ ടു PE sin 180 PE into 0 equal to 0. പക്ഷെ അത് എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അതെന്താണ് വരിക? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് കേട്ടോ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഏതാ? ആന്റി പാരലൽ. അതുകൂടെ എഴുതണം. ആന്റി പാരലൽ. വെരി ഗുഡ്. മാക്സിമം എഴുതിയില്ലേ നമ്മള്? മാക്സിമത്തിന്റെ കേസ് എഴുതി. 217 എഴുതുന്നില്ല. നെറ്റ് ചാർജ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ എത്രയാ? നെറ്റ് ചാർജ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ 0. നെറ്റ് ഫോഴ്സ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ, നെറ്റ് ഫോഴ്സ് എത്രയാ? നെറ്റ് ഫോഴ്സ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ്. നെറ്റ് ഫോഴ്സ് എത്രയാ? 0 അല്ലേ? നെറ്റ് ചാർജ് എത്രയാ? ഡൈപോളിന്റെ നെറ്റ് ചാർജ് എത്രയാ? നെറ്റ് ചാർജ് 0. നെറ്റ് ഫോഴ്സ് എത്രയാ? 0. ടോർക്ക് 0 ആണോ? ടോർക്ക് എപ്പോഴൊക്കെ 0 ആവും? തീറ്റ 0യും 180. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയംസ് അല്ലേ? ആണോ? ശരിയല്ലേ? എന്താ ഡൈപോള്? ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ പറഞ്ഞേ. QP equal to Q പറയണ Q into QA. എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റിയാ? എവിടുന്ന് എവിടേക്കാ മാറ്റിന്ന്? എവിടുന്ന് എവിടേക്കാ? നെഗറ്റീവ് ടു പോസിറ്റീവ്. മറ്റേ കെമിസ്ട്രിയിൽ വേറെ കൺവെൻഷൻ ആണ്. ശരിയല്ലേ? ഒരു ഇലക്ട്രിക് ഡൈപോള് ഒരു ഇലക്ട്രിക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എന്ത് അനുഭവപ്പെടും? അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഡൈപോളും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക്. ഇൻഡിവിജ്വൽ ചാർജസിനെയാണ് എത്ര? ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എത്രയാ? ഡൈപോളും നെറ്റ് ഫോഴ്സ് എത്രയാന്ന് പറഞ്ഞത്? 0 അല്ല. അപ്പൊ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണ്ട. എക്സ്പീരിയൻസ് ചെയ്യണ എന്താ? ഇറ്റ് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. എന്തുകൊണ്ടാ? അതിന് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്തത്? അവിടെയാണ് ഫോഴ്സിന്റെ കാര്യം അല്ലേ? വൈ ടോർക്ക് ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലേ? ടു ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ടോക്കാണുള്ള ഇക്വേഷൻ എന്താ? ടോ ഈക്വൽ ടു P ക്രോസ് E. PE sin theta. മാക്സിമം ടോർക്ക് എപ്പോഴാ? തീറ്റ എത്രയാകുമ്പോഴാ? 90. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാ? മാക്സിമം ടോർക്ക് എപ്പോഴാ? ഇതേ 270 എന്തായിരിക്കും? ഇതേ ടോർക്ക് ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും? ചിഹ്നം വേറെ ആയിരിക്കും. ഓറിയന്റേഷൻ വ്യത്യാസം. നെറ്റ് ചാർജ് എത്രയാ? നെറ്റ് ചാർജ്. നെറ്റ് ഫോഴ്സ് എത്രയാ? 0. കുഴപ്പമില്ലല്ലോ. എന്ത് ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്തേ? എന്ത് ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്തേ? ഒക്കെ പറഞ്ഞേ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കേ, അതുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് എത്ര വന്നത്? നെറ്റ് ഫോഴ്സ് 0 വരാനുള്ള കാരണം ഇവിടെയും ഇതെന്താ സാധനം? ഇവിടെയും ഇവിടെയും അപ്പോഴാണ് ടു ഈക്വൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയതുകൊണ്ടാണ്. അതിന് പകരം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2. അപ്പൊ എന്തുണ്ടാവുക? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയി. എന്തായി? അപ്പോ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ സ്വാഭാവിക ഉദാഹരണത്തിന് E1ന്റെ വാല്യൂ കൂടുതലാണെന്ന് കരുതുക. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? പറയേ, കൂടുതലായിരിക്കും. ഇവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ശരിയല്ലേ? ഇവിടെയുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും, ഇവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതിന്റെ തുല്യമായിട്ടുള്ള ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് എന്താ സംഭവിക്കുള്ളൂ? ഓൺലി റൊട്ടേഷൻ. ഇതേ സംഭവിക്കുള്ളൂ, ഓൺലി റൊട്ടേഷൻ. ശരിയല്ലേ? കാരണം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. ഞാൻ ഇവിടെ കൂടുതൽ ഫോഴ്സ് എടുത്തിട്ട് അടിക്കുകയാണ്, ഇവിടെ കുറവ് ഫോഴ്സ് എടുത്തിട്ട് അടിക്കുക. അപ്പൊ എന്തുണ്ടാവുക ആലോചിക്കുക. ഈ സാധനത്തിന് എന്തുണ്ടാവുക? ഇത് കറങ്ങുന്നതൊക്കെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണെങ്കിൽ ഇത് കറങ്ങും. ഓക്കെ, ഞാനിവിടെ ഒരു ആക്സിസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ്.
ഞാൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത് നിന്ന സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്ന സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? കാരണം നെറ്റ് ഫോഴ്സ് എന്ത് മോഷനാ? ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് മോഷനാ സംഭവിക്കുക? ടോർക്ക് ഉണ്ടെങ്കിൽ എന്ത് മോഷനാ? പറയും. ടോർക്ക് ഉണ്ടെങ്കിൽ എന്ത് മോഷനാ? ഫോഴ്സ് എന്ത് മോഷനാ? ലീനിയർ മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലേ? ഒരു പുസ്തകം ഈ കാൽക്കുലേറ്റർ ഞാൻ ഇവിടെ തട്ടുകയാണ്, അപ്പൊ അത് ലീനിയർ ആയിട്ടാണ് മൂവ് ചെയ്യണം അല്ലെ? ട്രാൻസ്ലേറ്ററി മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ക്ലിയർ ആവട്ടെ ഫിസിക്സ്. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ത് വേണം? പുറത്ത് പറ. റൊട്ടേഷണൽ മോഷൻ എന്ത് വേണം? ഇത് ഞാൻ ഈ കാൽക്കുലേറ്റർ തട്ടിയപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ടോർക്ക് ഇല്ല അല്ലെ? എന്തില്ല? ഇപ്പൊ ചിലപ്പോ ഈ കാൽക്കുലേറ്റർ ഞാൻ ഒരു പ്രത്യേക രീതിയിലൂടെ വെച്ച് തട്ടി കഴിഞ്ഞാൽ നിന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് കറങ്ങണം. ചില സാധനങ്ങൾ പേനയൊക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? പേനയൊക്കെ തട്ടി കളിക്കാറില്ല ഡെസ്കിൽ. അപ്പൊ ചില സമയത്ത് നമ്മൾ പേന തട്ടുമ്പോ എന്ത് ചെയ്യും? പേന എന്ത് ചെയ്യില്ല? ലീനിയർ മോഷൻ ഉണ്ടാവില്ല. നമ്മള് ആക്സിസ് ഒന്നും ഉണ്ടാവില്ല. നിന്ന സ്ഥലത്ത് നിന്നിട്ട് തന്നെ എന്ത് ചെയ്യും? പേന കിടന്ന് കറങ്ങുന്നതാണ്. ബാറ്ററി ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം അല്ലെ? ബാറ്ററി നമ്മളിങ്ങനെ ചവിട്ടി വിടുമ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് കറങ്ങാണ് അല്ലെ? അവിടെ എന്ത് മോഷൻ ഇല്ല? ട്രാൻസ്ലേറ്ററി എന്ത് മോഷൻ ഇല്ല? കാരണം എന്തുകൊണ്ട്? അവിടെ എന്തില്ല? നെറ്റ് ഫോഴ്സ് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ടോർക്ക് മാത്രമേ ഉള്ളൂ. ഫോഴ്സ് ഉണ്ടോ? ഫോഴ്സ് ആക്റ്റീവ് ഉണ്ടോ? ഫോഴ്സ് ആക്റ്റീവ് ഉണ്ടോ? ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഉണ്ടോ? ഉണ്ട്. നെറ്റ് ഫോഴ്സ് സീറോ. വെറുതെ ഫോഴ്സ് സീറോ എന്നാണോ മാഷ് പറഞ്ഞേ? അല്ല, എന്ത് ഫോഴ്സ് സീറോ എന്നാ പറയണേ? നെറ്റ് ഫോഴ്സ് സീറോ എന്നാണ്. ഈ കാൽക്കുലേറ്റർ ഒരു പ്രത്യേക രീതിയിൽ അടിച്ചപ്പോ നിന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് എന്ത് ചെയ്തു? കറങ്ങി. വേറെ രീതിയിൽ അടിക്കുമ്പോ കറങ്ങുകയും ചെയ്തു, മൂവിയും ചെയ്യില്ലേ? അത് സംഭവിക്കാറില്ലേ? കറങ്ങും ചെയ്യും. അതെന്താ അങ്ങനെ വരാൻ കാരണം? നമ്മുടെ ഫോഴ്സ് എന്തല്ല? ടു ഈക്വൽ ആൻഡ് ഫോഴ്സസ് ആണോ അല്ലയോ? അല്ല. കാരണം എന്തുകൊണ്ടാ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ there is net force. അവിടെ എന്തുണ്ടാവും? നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടുത്തെ ഫോഴ്സ് വലുത്, ഇവിടുത്തെ ഫോഴ്സ് ചെറുത് ആണോ? അങ്ങോട്ടുള്ള ഫോഴ്സ് എന്താ? വലുത്. ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്താ? സോ there is a net force. എതിർപ്പുണ്ടാ? നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? there is a എന്ത് മോഷനാ? ട്രാൻസ്ലേറ്ററി മോഷൻ. ശരിയല്ലേ? അല്ലെങ്കിൽ ലീനിയർ മോഷൻ ഒക്കെ ചെയ്യും. നമ്മുടെ പോയിന്റ് അപ്പൊ എന്താ? ഇവിടെ E1 ഇവിടെ E2. അപ്പൊ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണോ? അല്ല. എന്ത് ഇലക്ട്രിക് ഫീൽഡാ? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഈ ടോർക്കിന് അപ്പൊ എന്താ സംഭവിക്കും? ഇത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പ്ലസ് എന്ത് മോഷൻ കൂടി ഉണ്ടാവും? പിന്നെ ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. റൊട്ടേറ്റ് ചെയ്ത് വരും, ഇത് പാരലൽ ആവും. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യും? അത് ട്രാൻസ്ലേറ്ററി മോഷനിൽ പോകും. കാരണം എന്താ? ഫോഴ്സസ് എന്താ? ഫോഴ്സസ് എന്തല്ല? എല്ലാരും പറയണ ഫോഴ്സസ് എന്തല്ല? ഈക്വൽ അല്ല. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് മാത്രം? എന്ത് മോഷൻ മാത്രം? പറയിരാധിക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് എന്ത് ഫോഴ്സ് മാത്രം? റൊട്ടേഷണൽ ഫോഴ്സ്, റൊട്ടേഷണൽ മോഷൻ മാത്രം അല്ലെ? നോൺ യൂണിഫോമിൽ വെച്ചാലോ റൊട്ടേഷണലും ഉണ്ടാവും, ഫോഴ്സസ് നെറ്റ് ഫോഴ്സ് സീറോ ഇല്ലാത്ത കാരണം എന്ത് ഫോഴ്സും ഉണ്ടാവും? ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു ചോദ്യം പോലെ എഴുതി, വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ placed in a non-uniform electric field? What happens when an electric dipole is placed in a non-uniform electric field? What happens when an electric dipole is placed in a non-uniform electric field? എന്താ ഉത്തരം? ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യോ? ആലോചിച്ച് പറയും. തെറ്റിദ്ധരിക്കോ? റൊട്ടേറ്റ് ചെയ്യോ? അവിടെ ആദ്യം എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ ഉണ്ടാവും. The dipole will have both rotational and translational motion. The dipole will have both rotational and translational motion. The dipole will have both rotational and translational motion. ഓ ചാചാ സമയം ഇങ്ങനെ പോവാണല്ലേ. രണ്ട് ക്ലാസ് കൂടി ഇടാൻ കഴിയും. അത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബൈ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടും. ശരിയല്ലേ? വേർഡ്സ് മീനിങ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ഇത്ര എഴുതിയോ 5 മിനിറ്റ് സംസാരിച്ചു.
കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഈ പറയണ കേട്ടോ. ആണോടാ മക്കളെ? അതായത് എനിക്കിപ്പോ ഇത്ര എന്തേ പറയുള്ളൂ, ഇത്ര പറഞ്ഞാൽ മതി. എന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും, ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവും കേട്ടോ. മനസ്സിലായില്ലേ? കഴിഞ്ഞു. അത്രയുള്ള ശരി സംഭവം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അവിടെ ഏത് മോഷൻ വരുന്നത്? എക്സ്ട്രാ ഏത് മോഷൻ വരുന്നത്? അതുകൂടെ മനസ്സിലാക്കണം. ആ ഫിസിക്സ് എന്താ നോക്കണം അവിടുത്തെ. വെറുതെ മറ്റോണം പറഞ്ഞുതരാൻ നിങ്ങളോട് വന്ന കാര്യമില്ല, ഇത് വായിച്ചാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ കൂടെ ചോദിക്കാം മോഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് മോഷൻ മാത്രമേ ഉള്ളൂ? എന്തുകൊണ്ട് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടായില്ല? തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റണം. എന്തുകൊണ്ട് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടായില്ല? എന്ത് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് 0 ആണ്. സോ ദർ ഈസ് നോ ട്രാൻസ്ലേറ്ററി മോഷൻ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്തൊക്കെ മോഷൻ ഉണ്ടാവും? റൊട്ടേഷൻ ഉണ്ടാവും. എന്തുകൊണ്ട്? നെറ്റ് ഫോഴ്സ് എത്രയാ? 0 അല്ല. എന്തുകൊണ്ട് 0 അല്ല? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഡിഫറന്റ് ആണ്. ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറന്റ് ആണ്. ക്യാൻസൽ ആയിട്ട് 0 പോകണ്ട. ഇല്ല. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ്ങിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യാം, അല്ലാട്ടോ. ആ പാരലൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ സ്റ്റോപ്പ് ആവും. പിന്നെ അടിയിലേക്ക് പോയ പ്രശ്നമല്ലേ. അവന്റെ സ്റ്റേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ടോർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അങ്ങനെ അവിടെ എന്താവും? സ്റ്റക്ക് ആവും. അപ്പൊ ഇനീഷ്യലി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്ററി മോഷൻ അപ്പോഴും തുടരും. അപ്പൊ അത് മറക്കായിരിക്കും. നെറ്റ് ചാർജ് എത്രയാ ഡൈപോളില്? നെറ്റ് ഫോഴ്സ് എത്രയാ? അപ്പൊ വേറെ കാര്യം കേട്ടോ. നെറ്റ് ഫോഴ്സ് എത്രയാ? നെറ്റ് ഫോഴ്സ് എത്രയാ? 0 അല്ല. നെറ്റ് ഫോഴ്സ് എത്രയാന്ന് മാഷ് ചോദിക്കുമ്പോ നിങ്ങൾ ഒരു തിരിച്ചൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം. എന്താ? ആ, കറക്റ്റ് ആണ്. നെറ്റ് ഫോഴ്സ് എത്രയാന്ന് ചോദിക്കുമ്പോ തിരിച്ചൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ചോദിക്കണ്ടേ നിങ്ങള്? യൂണിഫോം ആണോ ചോദിക്കണ്ടേ? ഞാൻ വെറുതെ ചോദിച്ചു നെറ്റ് ഫോഴ്സ് എത്ര ഡൈപോൾ. അപ്പൊ നിങ്ങൾ തിരിച്ചെന്ത് ചോദിക്കണം? ആക്ച്വലി മാഷ് ഉദ്ദേശിക്കുന്നത് യൂണിഫോം ഫീൽഡിൽ വെച്ചാണ് ഡൈപോൾ ആണോ? അപ്പൊ 0 അപ്പൊ യൂണിഫോമിലാണ്. അപ്പൊ എത്രയാ? നോൺ യൂണിഫോമിലാണ്. അപ്പൊ 0 ആണ്. അല്ല, there is a ഐഡിയകൾ മനസ്സിലായ? യുക്തി മനസ്സിലാവുണ്ടോ? പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്താ? when placed in a non-uniform electric field, both എന്താ? rotational and പറയേ translational motion. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. അടുത്ത എഴുതുക. എക്സ്പ്രഷൻ, ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ. അടുത്തേക്ക് കിടക്കാണ് കേട്ടോ. ഈ ഡെറിവേഷനോടെ കഴിഞ്ഞു വിടാം മാഷ്. ഇനി ആരൊക്കെ ഇന്ന് പൂരത്തിന് പോകേണ്ടത് നോക്കട്ടെ. നീറ്റിങ്കിലും കൈപോക്കുന്നോണം അല്ലെ? ചെറിന് പൂരത്തിന് പോകണമെന്ന് പറഞ്ഞു. 5-ന് പോണ്ട്. ഫാമിലി ആയിട്ട് പോകും. തന്നെ കൂട്ടുകാരായിട്ടാണ് പോണേ. ചേട്ടനോട് ഷെറിന ടീം ഇറങ്ങണ്ടെന്ന്. ഷെറിന്റെ ടീം ഇറങ്ങണ്ട. ടീം ഇറങ്ങണ്ടെന്ന് ഇല്ല. തന്നെ പോകും എന്തായാലും. എനിക്ക് ഈ പൂരത്തിന് പോണ പരിപാടി ഓരോ അതുപോലെ എന്താ പെരുന്നാള് വെറുതെ അവളെ കെട്ടി വലിച്ച് നിൽക്കാൻ ഒരു വൈബ് കിട്ടില്ലേ? എന്താണോ? ഏതാ എന്താ വൈബായിരുന്നത്? അല്ല, എനിക്ക് പണ്ടേ അങ്ങനെയാണ്. ഇപ്പോഴല്ല, പണ്ടേ ഒരു മൂടാ. അയ്യോ, അളിയന്റെ കല്യാണത്തിന് പോയിട്ട് പറയണ്ട. ഞാനൊരു 4 മണി 5 മണിയാകുമ്പോഴേക്കും 11 വീട്ടിക്ക് പോകും. സ്കൂട്ടായി ഈ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് കുറെ പ്രാക്ടീസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? കുറെ മിനിമൽ ടേമുകള്, കുറെ സാധനങ്ങൾ ഇങ്ങനെ പ്രാക്ടീസിലാണ്. ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇങ്ങോട്ട് വരില്ല. ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അളിയന്റെ കല്യാണം കാരണം തോന്നാം. എന്റെ കല്യാണത്തിന് ഇത്ര ബുദ്ധിമുട്ടായിട്ടില്ല എനിക്ക്. ഒരു അമ്മായിമാരൊക്കെ വന്നിട്ട് അത് മറ്റേത് എന്തായാലും മറ്റേത് ശരിയാക്കിട്ട് ശരിയാക്കിട്ട് മുന്നേ ക്ലിയർ ചെയ്തിട്ടുണ്ടാക്കാം. ഒരു ഇങ്ങനെ ഒന്ന് സംസാരിക്കുക. അപ്പൊ ഈ സംസാരിക്കുമ്പോ ഭയങ്കര എന്താ ഒരു ഇന്ററാക്ട് ചെയ്യാനേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആൾക്കാർ നമ്മളെ നോക്കില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാ. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ ഉണ്ട് കേട്ടാ. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് വേറെ പയ്യനെ പരിചയപ്പെട്ടു. അവൻ നമ്മുടെ പോലെയാ. അവൻ അധികം സംസാരിക്കുന്നില്ല. ആളുകൾ വന്ന് സംസാരിക്കും. അപ്പൊ ഞങ്ങള് നല്ല വൈബായി അവസാനം സംസാരിക്കില്ല. ആളുകൾ
സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. നമ്മളൊരു സ്ഥലത്ത് ഇപ്പോ പരിചയ സ്ഥലത്തൊക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈഫിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം. ഞാനൊരു സോഫ കണ്ടുപോയി ആദ്യം, അവിടെ പോയി ഇരിക്കും, ആ ഫോൺ എടുക്കും, ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഒന്നുമില്ലേ, പക്ഷെ നമുക്കൊരു ഇന്ററാക്ഷൻ ഭയങ്കര എന്താ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തായി കാര്യങ്ങള്. അടുത്തേക്ക് കിടക്കാം. ഒരു നല്ല ഡെറിവേഷൻ ഉണ്ട്, എഴുതാം മക്കളെ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്, മനസ്സിലാക്കിയിട്ട് ചെയ്തോളാം. സ്റ്റെപ്പുകളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് at a point on the axial line. At a point on the axial line. At a point on the axial line of an electric dipole. At a point on the axial line of an electric dipole. ബോർഡിൽ ശ്രദ്ധിച്ചു മക്കളെ, ഇത് രണ്ട് ചാർജസ് ആണ്. പക്ഷെ ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്, മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ നടുക്കിലാണ് O. ഇവിടുത്തെ ദൂരം എത്രയായിരിക്കും? A. മറ്റേ ദൂരം എത്രയായിരിക്കും? A. ടോട്ടൽ ദൂരം എത്രയാ? 2A. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു പോയിന്റ്, റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങനെ നീട്ടി വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇങ്ങനെ വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്നലെ പറഞ്ഞിരുന്നു, ആക്സിയൽ ലൈൻ അല്ലെ? നമ്മൾ ആക്സിയൽ ലൈൻ അല്ലേ എഴുതിയത്? അതെ, ആക്സിയൽ ലൈൻ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. എന്താണ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P due to this plus q minus q separated by distance, due to this electric due to this electric dipole അല്ലേ? ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാവുന്ന എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. എത്ര ചാർജസ് ഉണ്ട്? രണ്ട് ചാർജസ് ഉണ്ട്. പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. സോഴ്സ് ചാർജ് Q ആണെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്? E equal to 1 by 4 pi epsilon 0 at Q by R square. ആണോ? ശരിയല്ലേ? Q by എന്താണ്? R square. രണ്ട് മക്കളായിട്ട് ഇതാണ് Q by R square. ശ്രദ്ധിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോ നമുക്ക് രണ്ട് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡുകൾ വരും അല്ലെ? രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ വരും. ഒരു കാര്യം ചെയ്യാം, ചാർജ് ഒന്ന് മാറ്റിട്ട് ഇവിടെ മൈനസ് ക്യൂ ആക്കുന്നുണ്ട്, ഇവിടെ പ്ലസ് ക്യൂ ആക്കുന്നുണ്ട് കേട്ടോ. അത് സൗകര്യം. അല്ലെങ്കിൽ മൈനസ് CT വരും, നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ എത്ര ചാർജസ് ഉണ്ട്? പറയാം എത്ര ചാർജസാ. പിന്നെയാണ് എന്തെന്ന് വിളിക്കണേ നമ്മള്? രണ്ട് ചാർജസിനെയാണ് എന്തെന്ന് വിളിക്കണേ? ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ആ ഡൈപോള് കാരണം എവിടെ? P എവിടെ? ആക്സിയൽ ലൈനിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണും. ആദ്യത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് P എന്ന് പറയുന്ന പോയിന്റില് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ? മൈനസ് ക്യൂ അതൊരു ഒറ്റ ചാർജ് ആയിട്ട് കാണുക. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് P എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ? പറഞ്ഞേ, ഉണ്ടാക്കും. അത് എങ്ങോട്ടായിരിക്കും? ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവിടെ നിങ്ങളുടെ ആയിരിക്കും, ഇവിടെ നമ്മുടെ ആയിരിക്കും. മൈനസ് ക്യൂ ലൈൻസ് ഓഫ് ഫോഴ്സ് ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം, അങ്ങോട്ട് മാർക്ക് ചെയ്യണം, അങ്ങടാണോ ഇങ്ങടാണോ? മൈനസ് ക്യൂ ആണ് എന്ത് ചെയ്യാ? എങ്ങടാ? ലൈൻസ് ഓഫ് ഫോഴ്സ് ആലോചിക്കും. മൈനസ് ക്യൂന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങടാ? മൈനസ് ക്യൂന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങടാ? ഉള്ളിക്കാ പുറത്തേക്കാ? അപ്പൊ പിയിൽ ഉണ്ടാവണ ഇവൻ കാരണം ഉണ്ടാവണ ഫീൽഡ് ലൈൻസ് എങ്ങടായിരിക്കും? ഇവന്റെ അടുത്തേക്കായിരിക്കും, ഇവരുടെ നാലരക്കായിരിക്കും? അടുത്തേക്കല്ലേ വരിക? ആണോ? അതെ. അപ്പൊ അത് മാഷ് മാർക്ക് ചെയ്യാണ് EA. എന്താ? EA. എന്ന് പറഞ്ഞാൽ ആരാ? ഏത് ചാർജാ? മൈനസ്. അപ്പൊ മൈനസ് ക്യൂ കാരണം എവിടെ? പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്? EA. ഏത് കാരണം മാത്രം? മൈനസ് ക്യൂ മാത്രം കേട്ടോ. ഏതിനെ കൂട്ടിയിട്ടില്ല അതില്? പ്ലസ് ക്യൂന്റെ എഫക്ട് നോക്കിയിട്ടൊന്നുമില്ല, ഓൺലി മൈനസ് ക്യൂ. ഏത് പോയിന്റിലാ? അതെവിടെയാ? അത് എങ്ങോട്ടാ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ. എങ്ങോട്ടാ? അങ്ങോട്ട്. കുഴപ്പമില്ലല്ലോ.
ഇനി ഈ അവസ്ഥയില് പിയില് ഈ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, വേറെ ഇലക്ട്രിക് ഫീൽഡ് കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാ? പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? പ്ലസ് ക്യൂ ഇരിക്കുന്ന പോയിന്റിന്റെ പേര് പറയേ. ബി. അവ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഈ പ്ലസ് ക്യൂ ബിയിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? അങ്ങോട്ടോ ഇങ്ങോട്ടാ? ഇത് അങ്ങോട്ട്. അപ്പൊ എങ്ങടാ? അങ്ങോട്ട്. പ്ലസ് ചെയ്ത് പുറത്തേക്കല്ലേ ഫീൽഡ് ലൈൻസ് വരിക? അപ്പൊ ഇതാ മാർക്ക് ചെയ്യാം. എന്താ ഈ എന്താ വരിക? ഈ ബി. അപ്പൊ ഈ എ എന്ന് പറഞ്ഞാൽ എന്താ? ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാ? മൈനസ് ക്യൂ. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാ? അപ്പൊ പിയിലത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഈസി ഇലക്ട്രിക് ക്വാണ്ടിറ്റി. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടണം. കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇന്ന എഫക്ട് കുറയോ കൂടുവോ? കുറയും. ഓപ്പോസിറ്റ് അല്ലേ? ക്യാൻസലേഷൻ അല്ലേ സംഭവിക്കുക? ക്യാൻസലേഷൻ അല്ലേ സംഭവിക്കുക? അത് കൂട്ട് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാം. ഏതിനെ ഏതാ കുറയ്ക്കേണ്ടി വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലെ ഏത് ഇനി വേറെ ചോദ്യം ആലോചിച്ച് പറഞ്ഞാൽ കൂട്ടണ്ട കേട്ടോ. ഇതിലെ ഏത് ഫീൽഡാ വലുത്? ഇ ആണോ വലുത്? ഇ ബി ആണോ വലുത്? ആലോചിച്ച് പറഞ്ഞാൽ രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആ. ഏതാ വലുത്? ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞേ. ഇതിൽ ഏതാ വലുത്? ഇ ആണോ വലുത്? ഇ ബി ആണോ വലുത്? ഏതാ വലുത്? രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആ, ദൂരാണ് വ്യത്യാസം. അപ്പൊ ഏതാ വലുത്? ഉറക്കെ പറഞ്ഞേ. ഉറക്കെ പറ. ഈനെ കേൾക്കണല്ലോ. ഇ ബി. ഇ ബി അല്ലേ വലുത് വരിക? എന്തുകൊണ്ടാ? ഇ ബി കുറച്ചുകൂടെ അടുത്തല്ലേ വേഗ? ഈ ചാർജ് പി എന്ന് പറയുന്ന പോയിന്റിനോട് അടുത്തല്ലേ? ഈ ചാർജ് പി എന്ന് പറയുന്ന പോയിന്റിനോട് കുറച്ചുകൂടെ അകലെയാ. അപ്പൊ ആരുണ്ടാക്കണ ഫീൽഡാ കൂടുതൽ വരിക? പിയിലിരിക്കുന്ന ആളല്ലേ. കാരണം രണ്ടിന്റെയും ചാർജ് എന്താ? സെയിം ആണ്. വീട്ടിൽ വേണ്ടി കൺട്രോൾ ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും കൂടെ. ചാർജ് എന്താ? സെയിം ആണ്. ചാർജ് എന്താ? അപ്പൊ അടുത്തിരിക്കുന്ന ആളുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? പറയേ. അകലിരിക്കുന്ന ആളുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റും? രണ്ട് ചാർജും ഈക്വൽ ആണ്. ശരിയല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മള് ഏതിനെ ഏത് കുറച്ചാൽ മതി? ഇ ബിന്ന് ഏത് കുറയ്ക്കുക? ഇ എ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആ തിയറി ഒന്ന് എഴുതിയെടുക്കാം. പടം വരച്ചിടുക. തിയറി എഴുതി പഠിക്കുന്ന പടം വരയ്ക്കും. കൺസിഡർ a electric dipole. Consider a electric dipole. P equal to Q into 2A ആണ് വരുന്നത്. We need to find. കുറച്ച് ഭംഗിയാക്കി എഴുതാം. We need to find എന്താണ്? Electric field. We need to find electric field at a point P. ബോർഡിൽ നോക്കിയേ. ഈ സെന്ററിൽ നിന്ന് ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം മാറണം കേട്ടോ. ബോർഡിൽ നോക്കിട്ടോ. ഓയിൽ നിന്ന് സെന്ററിലേക്കുള്ള ദൂരം മാറണം. അറ്റ് എ പോയിന്റ് P which is r distant from midpoint of dipole. ആറ് എവിടുന്ന് എവിടേക്കുള്ള ദൂരം? ആറ് എവിടുന്ന് എവിടേക്കുള്ള ദൂരം? ഡൈപോളിന്റെ നടുക്കീന്ന് ഇവിടുള്ള ദൂരം പിയിലേക്കുള്ള ദൂരം കേട്ടോ. കൃത്യമായിട്ട് മാർക്ക് ചെയ്തോളം മാറിപ്പോയി. ചിലപ്പോൾ സ്കൂളിൽ ചെയ്യുമ്പോൾ ചെറിയ സിമ്പിൾ റെപ്രസെന്റേഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതൊന്നും ബോധർ ചെയ്യണ്ട. പ്ലസ് ക്യൂ ചിലത് ഇപ്പുറത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ സബ്ട്രാക്ഷൻ വരെ ആഡിങ് ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. ഫിസിക്സ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഫിസിക്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് വേറെ ഇത് ചെയ്തെന്നാലും അത് നോക്കി മനസ്സിലാവും എന്ത് സംഭവിക്കുന്നത്. ഇതുവരെ ഓക്കെ ആണോ? എഴുതിയോ? സംശയം നിങ്ങൾ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം പറയണേലുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പറഞ്ഞേ. ഇ ബി കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ എന്നിട്ട് അത് രണ്ടും കൂട്ടണോ കുറയ്ക്കണോ? ഇന്ന എഫക്ട് കൂട്ടണോ കുറയ്ക്കണോ? ഏതാണ് വലുത്? ഇത് ഇ ബി. ഏതാ ചെറുത്? ഇ. അപ്പൊ ഏതിന് ഏത് കുറയ്ക്കണം? ഇ ബിന്ന് ഇ എ കുറയ്ക്കണം. ആണോ? വെക്ടറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ വെക്ടർ അഡീഷൻ തന്നെ.
പക്ഷെ ചെയ്ത് പിടിച്ച് വരുമ്പോ എന്താ സബ്ട്രാക്ഷൻ അല്ലേ വരിക? ആണോ? കാരണം രണ്ടും എന്താ ഓപ്പോസിറ്റ് ആണ്. EB കണക്കാക്കാം നമുക്ക്. പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഇക്വേഷൻ എന്താ? 1/4πε0 Q by EB. EB എന്ന് പറഞ്ഞാൽ ഏതാ ചാർജ്? പറയട്ടാ പറയും. പ്ലസ് ക്യൂ എവിടെ ഉണ്ടാവുന്ന ഫീൽഡ്? പ്ലസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് കാരണം എവിടെ ഉണ്ടാവുന്ന ഫീൽഡ്? പിയിൽ ഉണ്ടാവുന്ന ഫീൽഡ് അല്ലെ? പിയിൽ ഉണ്ടാവുന്ന ഫീൽഡ് ആണ് വേണ്ടത്. പറഞ്ഞപ്പോ 1/4πε0 1/4π കൂടെ എഴുതി പോകുന്നതാണ് കഴിഞ്ഞോളൂ. 1/4πε0 എന്താ? ക്യൂ ബൈ ദൂരത്തിന്റെ സ്ക്വയർ. ചാർജ് എത്രയാ? പ്ലസ് ക്യൂ ഇടാം, മാഗ്നിറ്റ്യൂഡ് മതിയല്ലോ. ചാർജ് എത്രയാ? ക്യൂ ആണോ മക്കളെ? ചാർജ് ക്യൂ ആണ്. ബൈ ഇനി എന്താ വേണ്ടത്? ദൂരത്തിന്റെ ആ ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള R² എന്ന് പറഞ്ഞാൽ എന്താടാ? സോഴ്സ് ചാർജ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരല്ലേ? ഇവിടെ ഏതാ സോഴ്സ് ചാർജ്? അവിടെ നിന്നുള്ള ദൂരം എത്രയാ? ദൂരം 6 ഒന്നല്ലടാ, 6 ഇവിടുന്ന മണ്ടത്തിനെ വിളിച്ച് പറയില്ല. 6 ഇവിടുന്ന ഓന്നല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാ? ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാ? അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാ? എതിർപ്പുണ്ടാ? എന്താ വരിക? R - A. കണക്ക് വരണുണ്ടോ? R - A. ശരിയാണോ? വെറുതെ R² എഴുതാൻ പറ്റുമോ? ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിടിക്കുള്ള ദൂര ഡൈപോളിന്റെ എല്ലാവരും പറയാം. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം. നമുക്ക് അതാണോ വേണ്ടേ? അല്ല, ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം വേണം. അപ്പൊ സെന്ററിൽ നിന്ന് P വരെ R, ഈ കഷ്ണം A. അപ്പൊ ഈ കഷ്ണം എന്ന് പറയുന്നത് മൊത്തം ദൂരത്തിന് ഏത് കുറച്ചാ മതി? A കുറച്ചാ മതി. അപ്പൊ എന്താ വരിക? പറഞ്ഞേ. R - A ഹോൾ സ്ക്വയർ. ഓക്കെ, R - A ഹോൾ സ്ക്വയർ. അപ്പൊ അതാണ് എന്ത്? നമ്മുടെ കാര്യം. ഇവിടെ ഒരു പോയിന്റ് വെറുതെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തേ, പേരിട്ട് കൊടുക്കാം, X. അതെന്തിനാ? ഒന്നിനല്ല, ആ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാ? എലോങ് PX ആണോ XP ആണോ? ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? PX ആണോ XP ആണോ? എലോങ് PX. അതായത് അത് അങ്ങോട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് EB കിട്ടി അല്ലെ? ഇനി എന്ത് കാണണം? E എന്ന് പറഞ്ഞാൽ എന്താ? ആര് കാരണം? എവിടെ? P എവിടെയാ? പറയേ. പറഞ്ഞോ. ആദ്യം ഇത് പറയുന്നതിന് മുന്നേ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണക്കാക്കുക? പറഞ്ഞേ. 1/4πε0 Q by R². ആ R എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം. അപ്പൊ ഇവിടെ സംസാരിച്ചത് 1/4πε0 Q തന്നെ ബൈ പറഞ്ഞേ R². അവർക്ക് പറഞ്ഞേ, കിട്ടിയോ? മൈനസ് ക്യൂന്ന് പിക്ക് എത്ര ദൂരം ഉണ്ട് വേഗ? ഇവിടുന്ന് ഇവിടെ വരെ എത്ര ദൂരം? ഇവിടുന്ന് നമ്മൾ എത്ര ദൂരം? R. അപ്പൊ ടോട്ടൽ ദൂരം എത്ര? R+. ശരിയല്ലടാ? അപ്പൊ എന്താ? R+A ഹോൾ സ്ക്വയർ. അതെങ്ങടാ? എലോങ് PA അല്ലെങ്കിൽ P എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ XP എന്ന് എഴുതുന്ന XP അപ്പുറത്തല്ല. PB എന്നോ അല്ലെങ്കിൽ PA എന്നൊക്കെ എഴുതാം കേട്ടോ. ഇങ്ങടാന്ന് മാത്രം, അത്രേ ഉള്ളൂ. എഴുതിയോ? ഇനി എന്ത് കാണാം നമുക്ക്? therefore resultant ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ഇപ്പൊ എത്ര ഇലക്ട്രിക് ഫീൽഡ് കിട്ടി നമുക്ക്? എത്ര ഇലക്ട്രിക് ഫീൽഡ് കിട്ടി? 2 ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. എവിടെ? പിയിൽ ഉണ്ടാവുന്ന 2 ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ രണ്ടുപേരും കൂടെ ടോട്ടൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? therefore നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എന്താ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ കണക്കനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം PX അല്ലേ? ഇതെല്ലാം PB അല്ലേ? രണ്ടും എന്ത് ഡയറക്ഷനാ? പറയേ, രണ്ടും ഡയറക്ഷനാ. ഇവിടെ ശ്രദ്ധിക്കുക, സൈനൊക്കെ ശ്രദ്ധിക്കുക. രണ്ടും ഡയറക്ഷനാ.
നേരെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അത് ഏറ്റിരിക്കടാ, ശ്രദ്ധിക്ക്. രണ്ടും നേരെ നേരെ എന്ത് ഡയറക്ഷനാ? ഓപ്പോസിറ്റ് ഡയറക്ഷനാ. നമ്മ കഴിയിട്ടോന്ന് പോയിട്ട് കഴിച്ചല്ലേ? നീ പോയിട്ടായിരുന്ന പൂരത്തിന്? ഇല്ല, പോയിട്ടായിരുന്നു. ഓർക്ക നല്ല ഓർക്ക ഇല്ല, കണ്ടില്ല. കൂട്ടിട്ട് കാര്യമില്ല. എന്തായാലും രാത്രി ഉറങ്ങാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ഉറങ്ങുന്ന മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഉറങ്ങിക്കൊണ്ടാ. നീ ഈ ക്ലാസ് കണ്ടോളാം. പ്രധാനപ്പെട്ട റിവിഷൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവിഷൻ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണ്ട? കൂട്ടണം, കുറയ്ക്കണം. ഏതിന് ഏത് കുറയ്ക്കണം? ആ, വലുതീന്ന് ചെറുത്. അതായത് ഇ ബിന്ന് ഏത് കുറയ്ക്കണം? ഇ ബിന്ന് ഇ എ കുറയ്ക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതിയേ, ഇ ബി മൈനസ് ഇ എ, ഇ ബി മൈനസ് ഇ എ. മോളിത്തെ സെക്ഷൻ മാറ്റട്ടെ ഇനി. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് കാണിക്കാം കേട്ടോ. ഇ ഓൺ എവിടെയാ? ഇ ഓൺ എവിടെയാ? എവിടത്തെ ഇ ആ കാണണേ? ആക്സിയൽ ഈക്വൽ ടു ഇ ബി. ഇ ബി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല എന്നാ. ഇ ബി നിങ്ങളുടെ കയ്യിലുണ്ടാ? ഉണ്ട്. എന്താ? 1/4πε0 q by r minus a whole square മൈനസ് ഇ എ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്താ? 1/4πε0 q by എന്താ? r plus a whole square. ശരിയാണോടാ മക്കളെ? കറക്റ്റ് അല്ലേ? r plus a whole square. കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ രണ്ടിലും? ഉണ്ട്. ഉണ്ടാ? ആരൊക്കെ ഉണ്ട്? q by 4πε0 എടുത്തോടെ. ഈ ആക്സിയൽ ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, ബോർഡിൽ നോക്കിയേ, q by 4πε0, q by 4πε0 രണ്ട് കോമൺ ആയിട്ട് എടുത്തോടെ. അപ്പൊ എന്താ വരിക? q by q by 4πε0 അല്ലേ? q by 4πε0. ഇവിടെ q ഉണ്ട് കേട്ടോ. ബ്രാക്കറ്റിനുള്ളിൽ ആരൊക്കെ വരും? 1 by r minus a whole square. നടുക്കിൽ ആരാ? മൈനസ്. ബാക്കി ഇവിടെ ആരാ? 1 by r plus a whole square. ആണോ മക്കളെ? ശരിയല്ലേ? കഴിഞ്ഞു. ഇനി അത് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സമയം എത്ര കഴിഞ്ഞ? അയ്യോ, എത്ര കഴിഞ്ഞ? അപ്പൊ ഈ ആക്സിയൽ ഈ ആക്സിയൽ ഈക്വൽ ടു q by 4πε0. ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഇത് ക്രോസ് ആക്കിട്ടെ. പക്ഷെ 1 into r plus a whole square, 1 into r minus a whole square, r minus a whole square divided by അടിയിൽ എന്ത് ചെയ്യണം? അടിയിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? r minus a whole square into r plus a whole square. ശരിയല്ലേ? r minus a whole square into r plus a whole square. കാണുന്നില്ലേ? ചെറിയൊരു ഇതുണ്ട്, മഷി കഴിയാറായ വാങ്ങിയില്ല. കിട്ടണ്ട, ബാക്കി കിട്ടണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. രണ്ടും എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ? ഈ ആക്സിയൽ ഈക്വൽ ടു എന്താ വരിക? q by 4πε0 into r plus a whole square. a plus b whole square എന്താ? a square. അപ്പൊ ഇവിടെ എന്താ വരിക? r square plus 2ab. അപ്പൊ എന്താ വരിക? 2 into a into r ആണോ? പ്ലസ് a square മൈനസ് മൈനസ് എന്താ വരിക? മൈനസ് r minus a whole square എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്താ വരിക? ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ്പാൻഡ് ചെയ്തോളൂ കേട്ടോ. അത് r square മൈനസ് 2ar plus a square അല്ലേ മക്കളെ? കറക്റ്റ് അല്ലേ? all divided by എന്താ വരിക? all divided by ബോർഡിലൊന്ന് ശ്രദ്ധിച്ചേ, r minus a whole square അല്ലേ? ഇങ്ങനെ എഴുതട്ടെ മാഷേന. r minus a into r minus a എന്ന് എഴുതട്ടെ. r plus a നെ r plus a into r plus a എന്ന് എഴുതട്ടെ. എതിർപ്പില്ലല്ലോ. ഇനി ഈ ആക്സിയൽ ഈക്വൽ ടു q by 4πε0 എന്ത് വരും? ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കട്ടെ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കട്ടെ. കുഴപ്പമുണ്ട? അപ്പൊ എന്തൊക്കെ വരും? r square plus 2ar plus a square minus r square മൈനസ് മൈനസ് കൂടെ പ്ലസ് 2ar minus a square. എതിർപ്പുണ്ടാ? all divided by അല്ലേ? all divided by ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ.
ബോർഡ് ശ്രദ്ധിച്ചു മിനിറ്റ് മൈനസ് ഉള്ളിക്കുന്നത് ഓക്കെ അല്ലേ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്താ സാധനം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കുഴപ്പമില്ലല്ലോ ഇതും വെച്ചിട്ട് അപ്പൊ എന്ത് വരും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ അത് രണ്ടും വെച്ചിട്ട് എന്താ വരിക എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പൊ എങ്ങനെ വരും ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അത് മാത്രമാണോ വരിക ഇപ്പൊ ഇതും അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനത്തെ ഒരു പെയർ കൂടി ഉണ്ട് അപ്പൊ എന്താ വരും വീണ്ടും എന്ത് വരും ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ശരിയല്ലേ ക്യാൻസൽ ചെയ്യട്ടെ മാഷെ ഇവിടെ പ്ലസ് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തൂടെ അപ്പുറത്ത് എന്തുണ്ട് മൈനസ് ആർ സ്ക്വയർ സബ്ട്രാക്ട് ആയി പോലെ അത് ഇവിടെ പ്ലസ് എ സ്ക്വയർ അപ്പുറത്ത് എന്തുണ്ട് മൈനസ് എ സ്ക്വയർ സബ്ട്രാക്ട് ആയി പോലെ അത് ഓ ബാക്കി ആരൊക്കെ ഉണ്ട് മോളില് 2ar പ്ലസ് 2ar അല്ലേ അപ്പൊ എന്ത് വരും മക്കളെ ശ്രദ്ധിച്ചേ ഈ ആക്സിയൽ ഈക്വൽ ടു q ഇൻറ്റു 4 പൈ എപ്സിലോൺ 0 2ar പ്ലസ് 2ar പ്ലസ് 2ar എത്രയാ മെമ്മി പറയും 4ar ഡിവൈഡഡ് ബൈ അടിയിൽ ആരാ ഇവിടെ ശ്രദ്ധിച്ചേ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 2 ഇൻറ്റു 2 എന്താ 2 4 എന്നല്ല 2 സ്ക്വയർ 3 ഇൻറ്റു 3 എന്താ 3 സ്ക്വയർ അപ്പൊ ഇത് ഇൻറ്റു ഇത് എന്താ ഇതിന്റെ സ്ക്വയർ ആണോ അപ്പൊ എങ്ങനെ എഴുതാം ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ ഒരു കാര്യം ചെയ്യട്ടെ 4a മാഷ് 2 ഇൻറ്റു 2a എന്ന് എഴുതിക്കോട്ടെ എതിർപ്പുണ്ടോ 2 ഇൻറ്റു 2 എന്ന് എഴുതിക്കോട്ടെ ഇനി ബ്രാക്കറ്റ് വേണമെന്നില്ല ഒറ്റ ടൈം ആയിരിക്കും അപ്പൊ 2 ഇൻറ്റു 2a ഇൻറ്റു ആരുണ്ട് ആർ ഉണ്ട് ബൈ ആരുണ്ട് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഓൾ സ്ക്വയർ എതിർപ്പുണ്ടോ കറക്റ്റ് അല്ലേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ മാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ കുറെ പറഞ്ഞപ്പോ മ്യൂട്ടായ നാളെ അവരോട് ചെയ്യാണ്ടെങ്കിൽ എന്താ ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ 3 മാർക്കിന് വരെ എക്സാം ചോദിക്കണം അപ്പോ ഈ ആക്സിയൽ എന്താ വരിക ഈ ആക്സിയൽ ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 എഴുതി മാഷ് എതിർപ്പുണ്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും ആരെവിടെ ക്യൂ എവിടെ ഈ ക്യൂവും ഇവിടെ താരാ 2a എന്താ സാധനം പി അത് പി ആക്കിയിട്ട് മാഷ് പുറത്ത് എഴുതി എതിർപ്പില്ലല്ലോ പിന്നെ ഇവിടെ ആരുണ്ട് ഒരു 2 ഉണ്ട് ഉണ്ടോ അപ്പൊ 2 മുന്നിലോട്ട് കൊടുക്കട്ടെ എതിർപ്പുണ്ടോ പിന്നെ ആരുണ്ട് മുകളില് 6 ഉണ്ട് അടിയിൽ ആരുണ്ട് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ സ്ക്വയർ കഴിഞ്ഞാ ഇതുവരെ ഓക്കെ അല്ലേ പ്രശ്നമില്ലല്ലോ ചെക്ക് കൂടിയുള്ളൂ when r is very very greater than a എന്ന് പറഞ്ഞാൽ എന്താ ഡൈപോളിന്റെ ലെങ്ത്തിന്റെ ഡൈപോളിന്റെ ലെങ്ത് എന്താ എത്രയാ 2a എന്ന് പറഞ്ഞാൽ എന്താ ഡൈപോളിന്റെ ടോട്ടൽ ലെങ്ത്തിന്റെ പകുതിയേ ഉള്ളൂ അപ്പൊ അത് ഡൈപോളിൽ തന്നെ പറഞ്ഞാൽ ഭയങ്കര എന്താ ചെറുതാണ് ഇനി പകുതിയാണ് എന്ത് 6 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരാണ് അല്ലെ അപ്പൊ അങ്ങനത്തെ കേസ് അതായത് 6 വളരെയധികം എന്ത് വലുതും a വളരെയധികം ചെറുതും ആവുന്ന കേസില് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം അപ്പൊ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിൽ നമ്മൾ എനെ കളഞ്ഞിട്ട് അതിന് എന്തെന്ന് മാത്രം റീഡ് ചെയ്യും അപ്രോക്സിമേറ്റ്ലി ആർ സ്ക്വയർ കുഴപ്പമില്ല അഡ്ജസ്റ്റ്മെന്റ് എന്തുകൊണ്ടാ എ സ്ക്വയറിന്റെ വാല്യൂ പറയേ അത് എഴുതാം കണക്ഷൻസ് വരുന്ന ഭാഗം ശ്രദ്ധിക്കും നിങ്ങൾ നന്നായിട്ട് മഷി പറഞ്ഞു എ സ്ക്വയറിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് നമ്മൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് അപ്രോക്സിമേറ്റ്ലി എന്ന് തന്നെ എടുക്കാം ആർ സ്ക്വയർ തന്നെ എടുക്കുകയാണ് തൽക്കാലം കുഴപ്പമില്ലല്ലോ അപ്പൊ എന്താ വരിക ഈ ആക്സിയൽ ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 റെഡി ചെയ്തേ 2pr ബൈ ആർ സ്ക്വയർ ഇത് പോയില്ലേ അപ്പൊ ഇത് ആർ സ്ക്വയർ റേസ് ടു ഉറക്കെ പറയണ ആർ സ്ക്വയർ അല്ലേ ആർ സ്ക്വയർ റേസ് ടു എന്താ വരിക 2 ആർ സ്ക്വയർ റേസ് ടു ഒരെണ്ണത്തിലും ഇല്ലാണ്ടായി കഴിഞ്ഞ ഒരു സെക്കൻഡ് എഴുതാവോ ആർ സ്ക്വയർ റേസ് ടു എന്ത് വരും 2 ആണോ കുഴപ്പമില്ലല്ലോ ഈക്വൽ ടു ഇടട്ടെ
അപ്പൊ എന്താ വരിക 1/4πε0 പറഞ്ഞേ 2πr ബൈ മക്കളെ r സ്ക്വയർ റേസ് ടു എത്രയാ r റേസ് ടു 4 ഈ r ഈ 4 കട്ട് ചെയ്യട്ടെ അപ്പോൾ എത്രയാവും r റേസ് ടു 4 r കട്ട് ചെയ്യുമ്പോൾ എന്താവും r റേസ് ടു 3 ആവും. അപ്പൊ എന്താ ഇക്വേഷൻ ഈ ആക്സിയൽ ഈക്വൽ ടു ഇവിടെ ശ്രദ്ധിക്കുക ഈ ആക്സിയൽ ഈക്വൽ ടു എന്താ പറഞ്ഞ റീഡ് ചെയ്ത് ഫൈനൽ ഇക്വേഷൻ 1/4πε0 2p by r cube കാണാൻ തിരിച്ചുണ്ടായി നാളേക്ക് പക്ഷെ കേട്ടോ 2p by r cube മനസ്സിലായോ? ഈ ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 3 മാർക്കിന് വരുന്ന ഡെറിവേഷൻ. ഈ പാഠത്തിൽ എത്ര ഡെറിവേഷൻ കണ്ടു നമ്മള്? 3 ഡെറിവേഷൻ കണ്ടു. എത്ര ഡെറിവേഷനാ? 3. ഒന്ന് എന്തായിരുന്നു? പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. മറ്റൊന്ന് എന്തായിരുന്നു? ഇന്നാണ് കണ്ടത് രണ്ടെണ്ണം. ടോർക്ക് ആക്ടിംഗ് ഓൺ എ പറയേ ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ എന്ത് കണ്ടു? ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ axial line due to a electric dipole. ശ്രദ്ധിക്കുക കാൽക്കുലേഷൻസ് സംശയം ചോദിക്കാട്ടോ മാഷോടെ ഏതെങ്കിലും സ്റ്റെപ്പുകൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടായി നാളെയും സാറിന് ചെയ്യാണ്ട് കുറച്ചെടുത്തിട്ട് അത് വേറെ വെക്ടറിൻ്റെതാണ്. നാളെ വേണമെങ്കിൽ കൂടെ ചെയ്യാൻ പറ്റും. നാളെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നാളെ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? 2 ഡെറിവേഷൻസ് ഏതാ? ഒന്ന് ടോർക്കിന്റെ ഡെറിവേഷനും പിന്നെ ഈ ഡെറിവേഷൻ 2 തവണ പഠിച്ചു വരണം. 3 തവണ എന്ത് ചെയ്യണം? എഴുതി പഠിച്ചുകൊണ്ട് നിർബന്ധമായിട്ട് മാഷ് നോക്കണ്ട. നാളെ ഇപ്പൊ കൃത്യമായിട്ട് പറയാം കേട്ടോ. ഇനി നാളെ ഇതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. ഓരോന്നിനും പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇവിടെ വരുന്നെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യണം? വന്ന ആളുകൾ എഴുതി പഠിച്ചു വരണം നിർബന്ധമാണ്. നാളെ അടിപൊളിട്ടുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ ഒരു എക്സ്ക്യൂസും ഇല്ല. എന്തായാലും എന്ത് ചെയ്യണം? എഴുതി പഠിച്ചു വരണം. കുഴപ്പമില്ലല്ലോ. എത്ര ടൈംസ് എഴുതി പഠിക്കുക? 3 ടൈംസ് എഴുതി പഠിക്കുക. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് നിർത്തുക. ഇന്ന് എവിടുന്ന് തുടങ്ങി നമ്മള്? എവിടുന്ന് തുടങ്ങി? ഓർമ്മയില്ല. ഇലക്ട്രിക് ഡൈപോൾ ആണോ? അല്ല, ഏതായിരുന്നു? നേരെ ഡെറിവേഷനാ ചെയ്തേ? അല്ലല്ലോ. അതെ അല്ലെ? അല്ല, പ്രോബ്ലം ചെയ്തു ആദ്യം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേ. എന്താ ഇലക്ട്രിക് ഡൈപോൾ? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്